വില കിട്ടിയടാ? കിട്ടി, ചന്തയെ കൊണ്ടേ കൊടുത്ത്. അതെ, എന്റെ കക്കൂസരായ മെമ്പറ വല്ല പറമ്പി പോയിട്ട് ആരൊക്കാത്തിരിക്കുന്നു? ഞങ്ങ ചൂണ്ടിരുന്നുണ്ട് ഇവിടെ ഇപ്പൊ. അതെ, മെമ്പർ എവിടേക്കാണ്? ഞാന് പഞ്ചായത്തിലേക്ക്. അതെ, എന്നപ്പോ അടുത്ത പ്രാവശ്യം എന്ത് വില കൊടുത്ത് ഇമ്മേറ്റാളെ തൂപ്പിക്കണോട്ടോ. ഉറപ്പായിട്ട് തോപ്പിക്കും. ചേട്ടാ, പച്ചക്കറിക്കൊക്കെ എന്ത് വിലയാണല്ലേ? പൊരിഞ്ഞ വിലയല്ലേ, സീസൺ അല്ലേ. അതെ, നമുക്കൊരു ആടിനെ വാങ്ങാട്ടാ. എന്തിനാടി നമുക്ക് ആടിനെ മേടിക്കണം? നമ്മുടെ വീട്ടിലില്ലേ ഒരു മുട്ടൻ? മുട്ടനാ? ആ എടി, നമ്മുടെ മോൻ. നടക്ക് നീ. നിക്കണ് നമ്മുടെ മുട്ടൻ. എടാ, നീ ഇവിടെ ചൂണ്ടയിട്ടിരിക്കണോ? നിന്നോട് ഞാൻ റേഷൻ കടയിൽ പോകാൻ പറഞ്ഞില്ലേ? അപ്പൊ നീ പോയില്ലേ? അമ്മ ഒരു 15 മിനിറ്റ് ഞാനിപ്പോ അങ്ങോട്ട് വരാം. അമ്മ പോയിക്കമ്മേ. എടി, നിനക്ക് വല്ല ബോധമുണ്ടോ? അവൻ റേഷൻ കടയിൽ പോകുന്ന കരുതിയാണോ? അവൻ ഈ ജന്മത്തിൽ അവിടെ നിന്ന് നീക്കൂല. അവൻ ആ പെണ്ണിനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാണ്. ആണോ? ആ, എന്നാ അമ്മയുടെ മോൻ അവിടെ തന്നെ ഇരുന്നോട്ടാ. റേഷൻ കടയിൽ അച്ഛനെ വിടാം. വാ 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 വാ, നിങ്ങള് വാ. കുത്തിയാണോ? വേള അഖില വേണ്ട. സുന്ദരി നീ വന്നു ഗസലാ, സുറുമ വരച്ച പെണ്ണേ അഖില, ചെമ്പകപ്പൂവിലൊത്ത നിറമാ, ചന്ദനമേനി നിന്റെ മഹിമ. ആ ബസ്സിനാണോ വന്നത്? ആണോ? ഹിക്കേട്ടാ, അജുവേട്ടാ, എന്റെ അടുത്ത് ദേഷ്യണ്ടാ? എന്തിന്? അമ്മ വന്ന് വഴക്ക് പറഞ്ഞേന്. നിന്റെ അമ്മടെ സ്ഥിരം തൊഴിലല്ലേ ഇത്? അത് വിട് ഹിക്കേട്ടാ. നാളെ രാവിലെ കോളേജിന്റെ അവിടെ വരുമോ? രാവിലെ? ആ. അയ്യോ, അത് പറ്റൂല. എന്താ? എനിക്ക് രാവിലെ കുളിക്കാൻ പറ്റൂല. ഓ, ഇങ്ങനെ ഒരു മടിയനെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഇവനെ അല്ല, ചേട്ടനെ. അതെ, ആ, കാര്യം പറയുന്നുണ്ടായി. ആ, പക്ഷേ എങ്ങനെ പറയും? പറയട്ടെ? ആ, പറ. ഇവനിരിക്കുന്നു. അത് കുഴപ്പമില്ലേ, പറഞ്ഞോ. അതെ, ഞങ്ങളുടെ വീട്ടിലെ ആ, പൂച്ച പറ്റടി. ഓ, ഇതാണപ്പൊ വലിയ കാര്യം. അത് കാര്യമല്ലേ? മനുഷ്യ, ഒന്ന് വേഗം നടന്നേ മനുഷ്യ. അങ്ങോട്ട് ബസ് വരേണ്ട സമയായി. 5 മിനിറ്റ് സമയമുണ്ട് എന്റെ വാസന്തി. ഇനി അവള് ബസ് ഇറങ്ങണ സമയത്തെ നമ്മളിൽ ഒരാളവിടെ നിക്കണം. ഇല്ലെങ്കിലേ ആ മരപ്പെട്ടിയുടെ കഴുകം കാലുമ്പോ നമ്മുടെ മോള് പോകും. അതെ, നിങ്ങൾ ഫോൺ ചെയ്ത് മോനെ ഒന്നും വരുത്തണ്ട. നിങ്ങൾ തന്നെ റേഷൻ കടയിൽ പോയാ മതി. അങ്ങനെ? അതെ, ആയിക്കോട്ടെ. ആ ചേട്ടാ, അത് നോക്കിയേ, ആ വരണകാരാന്ന് നോക്കിയേ. അവള് കൊറേ മുരിങ്ങാക്കോയും പൊത്തി പിടിച്ചോണ്ട് വന്നണ്ടപ്പോ അവിടെ ഒരു മുരിങ്ങാക്കോല്. ആ താടക എനിക്കതിനെ കാണണം. ഇവിടെ ഉണ്ടെങ്കിൽ അവളുടെ വിത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അത് ഉറപ്പാണ്. അതില് പോണ പട്ടിയുടെ വായിൽ കൈയിട്ട് കടി മേടിക്കണ്ട വാസത്തി. എന്റെ ശാന്തി, ഇതെന്താത്? എനിക്ക് വലിയ ഭ്രാന്തുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമില്ലേ? നടു റോട്ടിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. കഷ്ടമൊന്നും. ഓ, എന്നെ കൊണ്ട് തോറ്റ്. ചേട്ടാ, കാണാക്കിനാക്കളാ നീ എന്റെ ജീവനേ, അലതള്ളുമേതു അമ്മ ഇവിടെ പുല്ലിന് ചേട്ടാ, ഞാൻ പോയി. അച്ഛനും മോളും ഇവിടെ നിന്നോണം. അവന്റെ പാട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ വരാൻ. ഓ പ്രിയേ, പ്രിയേ, നിനക്കൊരു നീ എന്തിനാടാ എന്റെ മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കണേ? ഇതെന്ത് പണ്ടാറ് നിങ്ങളുടെ മോള് അതിലൊക്കെ പോണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റൂല. ഇനി മേലിൽ എന്റെ മോളുടെ പുറകെ അങ്ങനെ നീ നടന്നിട്ടുണ്ടെങ്കില് കാലിന്റെ മുട്ടുകാലി തല്ലി ഓടിക്കും ഞാൻ. എടാ, നീ മിണ്ടല്ലേ? വിശക്കുമ്പോ മാത്രം വീട്ടിൽ കയറണവനെ മരപ്പട്ടി തലയാ. നീ മിണ്ട. അച്ചാറിട്ട് വെച്ചാ പോലേ എന്റെ മോളെ നിനക്ക് തൊട്ട് നക്കാൻ തരൂല്ലടാ. കുറെ നാളായിട്ടുണ്ട് നമ്മൾ. ഇങ്ങോട്ട് വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. എന്തിനാടാ എന്റെ മോളുടെ പുറകെ നീ മേലിൽ നടന്നതിന്റെ കാലിന്റെ മുട്ട് ഞാൻ തല്ലി ഓടിക്കും. എന്നാ നിങ്ങളുടെ ഭർത്താവിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. അന്ന് കാണിച്ചു തരാടാ നിന്നെ ഞാൻ. ഓടിക്കോടാ. പിന്നെ ഞാൻ